friends, welcome back to PravisMagic. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ഐറ്റവുമായിട്ടാണ്. കണ്ടാൽ നമ്മൾ തോന്നും നമ്മളെ സാധാ ഇടിയപ്പമാണ്, പക്ഷേ അല്ല, ഇത് നമ്മൾ പഴം ചേർത്തിട്ടുള്ള നമ്മളെ പഴം ഇടിയപ്പമാണ്. അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അതിൻ്റെ കൂടെ ഞാൻ കഴിക്കാൻ എടുത്തിട്ടുള്ളത് എന്തുവാണെന്ന് അറിയാമോ? നമ്മൾ അലുവയും മത്തിക്കറിയും നല്ല കോമ്പിനേഷനാണെന്ന് പറയുന്ന പോലെ നമ്മളെ പഴം ഇടിയപ്പത്തിന് കോമ്പിനേഷനാണ് നമ്മളെ ചിക്കൻ കറി. ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു റെസിപ്പി ഞാൻ ചെയ്തിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമ്മളൊക്കെ ട്രിവാൻഡ്രം സ്റ്റൈല് ചിക്കൻ കറിയാണ്. അപ്പോൾ അത് വേണമെന്നുള്ളവർ ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടേക്കാം, നിങ്ങൾ കണ്ടാൽ മതി. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്ത് കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയതിന് ശേഷം എന്താണ് എൻ്റെ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻ്റൊക്കെ പറയുക. അതിൻ്റെ കൂടെ തന്നെ എന്തുവാ എപ്പോഴും പറയുന്നൊരു കാര്യം ഇപ്പോഴും പറയാണ്, എൻ്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. പഴം ഇടിയപ്പം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ 1.5 കപ്പ് അരി പൊടിച്ചത് എടുത്തിട്ടുണ്ട്. സാധാരണ ഇടിയപ്പത്തിൻ്റെ പൊടിയാണ്, അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. 2.5 ഏത്തപ്പഴം, അതായത് അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് മിക്സിയിൽ അടിച്ചെടുത്തതാണ്. അപ്പം ഇതിന് കുറച്ച് മധുരത്തിലാണ് നമുക്കിത് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ പഞ്ചസാര ആഡ് ചെയ്യാം. അപ്പോൾ ഇനി ഇത് ചെയ്യുന്നത് എങ്ങനെ നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മൾ ഈ 1.5 കപ്പ് മാവും ഇതിലേക്ക് ഇടുകയാണ്. ഇനി നമുക്ക് ഈ പഴവും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഈ പഴം ചേർക്കുന്നതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവ് എത്രയാണെന്ന് നമ്മൾ നോക്കി വേണം ചേർക്കാനായിട്ട്. ഇനി നമുക്ക് ഈ ചൂടുവെള്ളം, അതായത് നമ്മൾ സാധാരണ ഇടിയപ്പത്തിന് എടുക്കുന്ന വെള്ളമാണ്. ഈ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് ഇതിപ്പോൾ 1 കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് നെയ്യും കുറച്ച് ഉപ്പും ഇട്ട് തിളപ്പിച്ച വെള്ളമാണ്. ഒരു മീഡിയം ചൂടിലുള്ള വെള്ളമാണ്. പക്ഷേ ഇതിൽ നെയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ആയാലും മതി, കോക്കനട്ട് ഓയിൽ ഒഴിച്ചാലും മതി. ഇപ്പം ഞാൻ ഇത് നെയ്യാണ് ചേർത്തേക്കുന്നത്. ഇത് നമുക്ക് കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ മാവ് കുഴച്ച് വെച്ചിട്ടൊരു 10 മിനിറ്റായി. മാവെല്ലാം തണുത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് മാവ് കുഴച്ചെടുക്കണം. സാധാരണ ഇടിയപ്പത്തിൻ്റെ ആ ഒരു റേഞ്ച്, ആ ഒരു പരുവത്തിൽ മാവ് കുഴച്ചെടുത്താൽ മതി. പിന്നെ ഞാൻ കുറച്ച് സാധാരണ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന പോലെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഇടിയപ്പം ഉണ്ടാക്കുന്ന പാത്രം, ഇതിനകത്ത് നല്ലപോലെ എണ്ണ തേച്ച് വെക്കണം. പഴവും കൂടി ചേർക്കുന്നത് ആയതുകൊണ്ട് അത് ഇളകി വരാൻ ബുദ്ധിമുട്ടായിരിക്കും. എണ്ണ അല്ലെങ്കിൽ നെയ്യ് ചേർക്കാം, നിങ്ങൾ ഇഷ്ടം അനുസരിച്ച് എന്താണെന്ന് വെച്ച് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് പിഴിഞ്ഞ് വയ്ക്കാം ഇടിയപ്പം. നമ്മൾ ഇടിയപ്പം എല്ലാം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം പിഴിഞ്ഞെടുത്ത് അതിൻ്റെ മുകളിൽ തേങ്ങ ഇട്ടിട്ടുണ്ട്. തേങ്ങ ഓരോരുത്തർക്കുള്ള ഇഷ്ടം അനുസരിച്ചിടാം. ഇവിടെ തേങ്ങ കുറച്ച് പേർക്ക് ഇഷ്ടമാണ്, കുറച്ച് പേർക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതനുസരിച്ച് ഞാൻ തേങ്ങ ഇട്ടിട്ടുണ്ട്. തേങ്ങയുടെ അളവ് കൂട്ടിയും കുറച്ചെല്ലാം ഇട്ടിട്ടുണ്ട്. ഇതിൽ തേങ്ങ ഇടാതെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി ഇത് നമുക്ക് പാത്രത്തിലോട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം ചൂടായി വരുന്നുണ്ട്. അപ്പം നമുക്കിതിലോട്ട് വെച്ച് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇത് വെന്ത് വരും. നമ്മുടെ പഴം ഇടിയപ്പം ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒന്ന് തുറന്ന് നോക്കാം. നല്ല ചൂടാണ്, നല്ല ചൂടാണ്, സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തണുത്തതിന് ശേഷം ഒന്ന് വെളിയിലോട്ട് എടുക്കാം. നല്ല ചൂടാണ്, അപ്പം നമുക്ക് കൈ കൊണ്ട് തൊടാനേ പറ്റത്തില്ല. അതാ പഴം ഇടിയപ്പം റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ചൂടാണ്, നമുക്കിതിലേക്ക് മാറ്റാം. നല്ല നമ്മൾ എണ്ണ തേച്ചതുകൊണ്ട് ഒരു ശകലം പോലും ഒട്ടിപ്പിടിക്കാതെ അത് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കിതെല്ലാം എടുത്ത് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ ആവി പറക്കുന്ന ചൂട് നല്ല പഴം ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.